പാർലമെന്റിനെ പോലും വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ. കേരളത്തിൽ വർഗീയത കൊണ്ടുവരാൻ വർഗീയവാദികൾ ശ്രമിക്കരുത്, അത്തരം കാര്യങ്ങളെ ചേർക്കാൻ ശക്തമായ ശ്രമമുണ്ടാകുമെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. സ്നേഹത്തിൻ്റെ ഒരു പര്യായമായിട്ട് കാണുന്ന ക്രിസ്മസ് ആഘോഷത്തിന് തടസ്സം നിൽക്കുക എന്നുള്ളത് VHP പോലുള്ള വർഗീയവാദികൾ നടത്തുന്ന ഇടപെടൽ കേരളത്തിലും കടന്നു കയറിയിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും വളരെയധികം ആരാധിക്കുന്ന, ആരാധനയോടുകൂടി കാണുന്ന അജ്മീർ പോലുള്ള പള്ളി പോലും അല്ലെങ്കിൽ ദേവാലയങ്ങൾ പോലും കുഴിച്ചു നോക്കണമെന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നു എന്നിടത്താണ് ഇവിടെ കേരളത്തിൽ പാലക്കാട് വന്നിട്ട് ക്രിസ്മസ് കരോൾ തടുക്കുന്നതിന് അല്ലെങ്കിൽ എതിർക്കുന്നതിന് തയ്യാറാവുന്നത്. ഇവിടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ്. കേരളത്തിലേക്ക് കടന്നു വന്ന് കലാപം സൃഷ്ടിക്കാൻ ഈ വർഗീയവാദികൾ ശ്രമിക്കരുത്. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ച് ഏതെങ്കിലും വിധത്തിൽ കലാപം ഉണ്ടാക്കി കളയാം എന്നാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അതിവിടെ നടക്കില്ല, അത് നടക്കാൻ പോകുന്നില്ല, അനുവദിക്കുകയില്ല. വയനാട്ടിലാണ് PK ശ്രീമതി പ്രതികരണം നടത്തിയത്. ഇപ്പോൾ അനൂപ് ചേരുന്നു വയനാട്ടിൽ നിന്ന്. അനൂപ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞത്? ഒപ്പം തന്നെ CPIM സമ്മേളനത്തിൻ്റെ വിശദാംശം. CPM വയനാട് ജില്ലാ സമ്മേളനത്തിൻ്റെ മൂന്നാം ദിവസം, അതിൻ്റെ സമാപന ദിവസം ഇന്ന് പ്രധാനമായും നടക്കുക സംഘടന തെരഞ്ഞെടുപ്പാണ്. ജില്ലാ സെക്രട്ടറിയെയും അതോടൊപ്പം ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുക്കും. അതിനു മുൻപായി ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും അതോടൊപ്പം ജില്ലാ കമ്മിറ്റിയും ചേർന്നു. ഇനി സംഘടനാ തെരഞ്ഞെടുപ്പാണ് പ്രധാനമായും ജില്ലാ സമ്മേളനത്തിൻ്റെ മൂന്നാം ദിവസത്തിൽ ഇനി നടക്കാനുള്ളത്. സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില സംഘടനാ നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അംഗീകാരം, അതോടൊപ്പം ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം തുടങ്ങിയ കാര്യങ്ങൾ. അതിനുശേഷം ഇന്ന് സമ്മേളനം സമാപിക്കും. പിന്നീട് പൊതുസമ്മേളനമാണ് നടക്കുക. പൊതുസമ്മേളനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. അതിനു മുൻപ് വലിയ ബഹുജന പ്രകടനവും തുടർന്ന് അതോടൊപ്പം ചുവപ്പ് സേന മാർച്ചുമെല്ലാം ഇത് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളായി വയനാടിൻ്റെ വിവിധ വിഷയങ്ങളും അതോടൊപ്പം അത് വയനാടിൻ്റെ പൊതു ആവശ്യങ്ങളും മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ ചർച്ചകളാണ് ജില്ലാ സമ്മേളനത്തിൽ നടന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ വിവിധ ആവശ്യങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള പ്രമേയങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ടത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയമാണ്. കേന്ദ്ര സഹായം വൈകുന്നതും പുനരധിവാസം സംബന്ധിച്ചുള്ള പുനരധിവാസത്തിൽ കേന്ദ്ര സാമ്പത്തിക സഹായം വൈകുന്നതും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ട പ്രക്ഷോഭങ്ങളെക്കുറിച്ചുമെല്ലാം പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. പിന്നീട് രാത്രിയാത്രാ നിരോധനം, വന്യമൃഗശല്യം, പൂഴിത്തോട്, ചുരം ബദൽപാത തുടങ്ങിയ വിഷയങ്ങളിലും പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ഏതായാലും ആ വിധത്തിൽ വളരെ സജീവമായിട്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ 2 ദിവസവും ഗ്രൂപ്പ് ചർച്ചകളും പിന്നീട് അതിന്മേൽ നടന്ന പൊതുചർച്ചയുമെല്ലാം നടന്നത്. പൊതുചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി P. ഖഗാറിനും മേൽക്കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണൻ, എളമരം കരീം തുടങ്ങിയവരും മറുപടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഏതായാലും അത്തരം സംഘടനാ നടപടികൾക്ക് ശേഷമാണ് ഏതായാലും സമാപിക്കാൻ ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രകടനവും ചുവപ്പ് സേന മാർച്ചുമെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സാംസ്കാരിക സദസ്സ് ഉൾപ്പെടെ ഈ സമ്മേളനത്തിനനുബന്ധമായ വിവിധ പരിപാടികളും ബത്തേരിയിൽ നടക്കുകയുണ്ടായി. ഏതായാലും ഇന്ന് സമ്മേളനം ഈ വിധത്തിൽ അവസാനിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.